ഞാനിവിടെ പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അറബിക് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് അറബിക് റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ സെല്ല റൈസാണിത്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റിനെ ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ പീസ് പട്ട, 3 ഏലക്ക, 6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്, കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. റൈസിൻസ് ഇതുപോലെ നല്ല നീളമുള്ള റൈസിൻസ് വേണം എടുക്കേണ്ടത്. ഈ റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ക്രഷ് ചെയ്തെടുക്കണം. ഈ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പച്ച ലെമൺ വേണം, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. റൈസിനും കൂടി ചേർത്തുള്ള ഉപ്പ് വേണം നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല ചിക്കൻ പീസസിൽ പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് 4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ്. ഈ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 6 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വേകുന്നതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിവിടെ 6 വിസിൽ വരെ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിവിടെ 6 വിസിൽ കേട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ പീസസ് ഒക്കെ നല്ലതുപോലെ ഇതിൽ വെന്തിട്ടുണ്ട്. നല്ലൊരു സൂപ്പിൻ്റെ മണമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇതിലേക്ക് ഈ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ ലെമൺ നല്ലതുപോലെ വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന്
പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുക്കർ മൂടിയിട്ട് 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സെല്ല റൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ നോർമൽ ബസ്മതി റൈസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനാണെങ്കിൽ നമ്മൾ 1 വിസിൽ കേട്ടാൽ മതിയാവും. ഇനി ഇത് 2 വിസിലാവുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിവിടെ 2 വിസിൽ കേട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊന്ന് പോയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് മുകളിലേക്ക് കിസ്മിസും ബദാമും ഫ്രൈ ചെയ്തത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അറബിക് റൈസ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.